ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ അതിലൊരു വ്യക്തത വരുത്തി. എന്നാൽ ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നുള്ള നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും സിന്ധു നദീജല കരാറിലടക്കം ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാക് പഞ്ചാബിലെ കമ്ര വ്യോമസേനാ താവളത്തിലെ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചത്. സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കാശ്മീർ ഉൾപ്പെടുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയതാണ്. പാക് അധിനിവേശ കശ്മീർ, ഭീകരവാദം എന്നിവയിൽ മാത്രമായിരിക്കും ചർച്ചയെന്ന് മോദി പറഞ്ഞിരുന്നു. ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കാതെ സിന്ധു നദീജല കരാറിൽ പുനരാലോചനയ്ക്ക് ഇല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. നിലവിൽ DGMO തലത്തിലുള്ള ചർച്ച മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ളത്. മെയ് 10 വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷം മെയ് 12 മെയ് 14 DGMOമാർ ചർച്ച നടത്തിയിരുന്നു. അതിർത്തിയിൽ ആത്മവിശ്വാസം ഉയർത്താനുള്ള നടപടികൾ തുടരാനാണ് ചർച്ചകളിൽ ധാരണയായത്. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ ശ്രീനഗറിൽ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ഭുജ് വ്യോമസേനാ താവളത്തിലെത്തി. അതിർത്തി മേഖലകൾ സന്ദർശിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിരോധ മന്ത്രി വ്യോമസേനാ താവളത്തിലെത്തിയത്. അതേസമയം ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് സമീപം ചൈനീസ് ചാരക്കപ്പലിന്റെ സാന്നിധ്യം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തായി നിലയുറപ്പിച്ച കപ്പൽ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.